പക്ഷേ ഗ്രേസ് മാർക്ക് ലഭിക്കണമെങ്കിൽ സംസ്ഥാന മത്സരത്തിലെ ഒരു സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ. അത് ഏത് സ്ഥാനമായാലും സംസ്ഥാനത്തിലെ അല്ല, 3-ാം സ്ഥാനമാണ് ഈ മത്സരത്തിന് ഗ്രേസ് മാർക്ക് കിട്ടാൻ. 4-ാം സ്ഥാനം മതി ആണ് അതിന്റെ ഒരു. നമുക്കിപ്പോൾ കരാട്ടയിലൊക്കെ ജോയിന്റ് തേർഡാണ്. അപ്പോൾ 4 പേർക്ക്, ആദ്യത്തെ 4 പേർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാനം മുതൽ മുകളിലോട്ട്. പക്ഷേ അതൊക്കെ കിട്ടണമെങ്കിലും ഈ പറഞ്ഞ ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ച അസോസിയേഷനിൽ മത്സരങ്ങളിൽ പങ്കെടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പങ്കെടുത്താൽ മാത്രമേ. അത് മാത്രമല്ല, പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ഗെയിംസിൽ കരാട്ടെ ഉണ്ടല്ലോ, ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം താഴെ പ്രയോറിറ്റി ലിസ്റ്റിൽ താഴെ വരുന്നതാണ്. എപ്പോഴും ഏറ്റവും ഈ പ്രയോറിറ്റി ഉള്ളത് ഒളിമ്പിക് മത്സരങ്ങൾക്കാണ്, ഒളിമ്പിക് ലീനേജിൽ വരുന്ന, അതായത് ഒളിമ്പിക് ഗെയിംസ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഈ രണ്ടാമത്തെ പ്രയോറിറ്റി വരുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ആ ഇവന്റിൻ്റെ ആ പർട്ടിക്കുലർ കായിക ഇനത്തിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, ജില്ലാ ചാമ്പ്യൻഷിപ്പാണ്. അത് കഴിഞ്ഞുള്ള പ്രയോറിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി ഗെയിംസിന്, അതുപോലെ സ്കൂൾ ഗെയിംസിനൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കായിക താരത്തിൻ്റെ അവകാശമാണ് യഥാർത്ഥത്തിൽ ഈ ഒളിമ്പിക് പ്ലാറ്റ്ഫോമിലായാലും അതുപോലെ അതിൻ്റെ ആ സംഘടനയുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിലായാലും പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കരാട്ടെ സംബന്ധിച്ച് നിലവിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കരാട്ടെ ഫെഡറേഷനെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. 2020 മുതൽ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ദേശീയ തലത്തിൽ ഗവൺമെൻറ് ഒളിമ്പിക് അസോസിയേഷനും കരാട്ടയ്ക്ക് അംഗീകാരം നൽകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ കരാട്ടക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് കരാട്ടെ കായിക താരങ്ങളുടെ ആയാലും അതുപോലെ രക്ഷകർത്താക്കളുടെ ആയാലും അതുപോലെ പരിശീലകരുടെ ആയാലും ഒരു എന്താണ് അവരുടെ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് വർദ്ധിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും ഗിമിക്കുകൾ കാണിച്ചിട്ട്, ഈ പലതരത്തിലുള്ള ഷോ ഓഫുകൾ കാണിച്ചിട്ട് ഈ ധാരാളം ഒരു സ്വന്തം പൈസയിലാണ്, സ്വന്തം പണം മുടക്കിയാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അർഹതപ്പെട്ടത് നിയമം വഴി നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു അംഗീകൃത കായിക ഇനം എന്ന് പറയുമ്പോഴത്തേക്ക് വെച്ചാൽ ആ കായിക ഇനത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ട ഫണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ആ ആളിന് അതിന് കിട്ടേണ്ടത് സർക്കാരിൽ നിന്നും അതുപോലെ സ്പോൺസർഷിപ്പ് വഴിയുമൊക്കെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കരാട്ടയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം അസോസിയേഷൻ അവരുടെ വേഗം മാത്രമേ കിട്ടുന്നു, പക്ഷേ ഈ ആനുകൂല്യം കിട്ടേണ്ട വേഗം ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം.